എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. റേഷൻ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന കർഷകരും അല്ലാത്ത കർഷകരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. PM കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾക്ക് ഇനി 24ാമത്തെ ഗഡു വിതരണം ചെയ്യുമ്പോൾ തുക കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന പല ചോദ്യങ്ങളുമുണ്ട്. അതിനുള്ള അറിയിപ്പുകളും അതുപോലെ തന്നെ മുമ്പ് മുടങ്ങിയവർക്ക് 23ാമത്തെ ഗഡു വിതരണം ചെയ്തപ്പോൾ തുക ലഭിച്ചതുമായി ബന്ധപ്പെട്ട ആശ്വാസം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളും അതോടൊപ്പം തന്നെ കർഷകർക്ക് കൃഷി നഷ്ടം ഇല്ലാതിരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പദ്ധതിയായിട്ടുള്ള ഫസൽ ബീമാ യോജന പദ്ധതിയെക്കുറിച്ചുമാണ് പറയുന്നത്. ആദ്യം ഈ പദ്ധതിയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ശേഷം PM കിസാൻ സമ്മാൻ നിധിയുടെ മറ്റ് വിവരങ്ങൾ പറയാം. 3 മുതൽ 25 രൂപ മാത്രം പ്രീമിയം കേന്ദ്ര സർക്കാരിന്റെ മാരക ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കർഷകർക്ക് ഇതിലൂടെ വൻ നേട്ടമാണ് ലഭിക്കുന്നത്. നിങ്ങളൊരു കർഷകനാണോ? മഴക്കാലത്തെയോ വേനൽക്കാലത്തെയോ കൃഷിനാശമുണ്ടാകുന്ന മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളെയോ പേടിയുണ്ടോ? പ്രകൃതിയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള വ്യതിയാനങ്ങൾ നിങ്ങളുടെ ഭാവിയെ ബാധിക്കാതിരിക്കാൻ ഒരു വിള ഇൻഷുറൻസ് ഉറപ്പാക്കേണ്ടതുണ്ട്. വിയർപ്പൊഴുക്കിയ മണ്ണ് ഒലിച്ചു പോകുമ്പോൾ കർഷകന് തണലേകാൻ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയ്ക്ക് കഴിയും. പറഞ്ഞു വരുന്നത് കേന്ദ്ര സർക്കാരിന്റെ കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചാണ്. കുറഞ്ഞ പ്രീമിയത്തിൽ വാഴ, നെല്ല്, കപ്പ, പച്ചക്കറി എന്നീ കൃഷികൾക്ക് മികച്ച പരിരക്ഷ ഉറപ്പാക്കുന്ന ഈ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് മലയാളികൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യം പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന എന്താണെന്ന് നോക്കാം. പ്രകൃതിക്ഷോഭങ്ങൾ, രോഗബാധ, കീടങ്ങളുടെ ആക്രമണം തുടങ്ങിയവ മൂലം വിളനാശമുണ്ടാകുന്ന കർഷകർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിള ഇൻഷുറൻസ് പദ്ധതിയാണിത്. വളരെ കുറഞ്ഞ പ്രീമിയം നിരക്കിൽ കർഷകർക്ക് സമഗ്രമായ ഇൻഷുറൻസ് പരിരക്ഷ ഇവിടെ ലഭിക്കുന്നതാണ്. നഷ്ടങ്ങൾക്കുപരി ഒരു നിശ്ചിത പ്രദേശത്തെ, അതായത് പഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് പൊതുവെ ഈ പദ്ധതി പ്രവർത്തിക്കുന്നത്. ഒരു പ്രദേശത്ത് ശരാശരി വിളവ് നിശ്ചയിച്ച പരിധിയേക്കാൾ കുറവാണ് എന്ന് കണ്ടെത്തിയാൽ ആ പ്രദേശത്തെ ഇൻഷുറൻസ് എടുത്ത എല്ലാ കർഷകർക്കും നഷ്ടപരിഹാരം ലഭിക്കും എന്നുള്ള പ്രത്യേകത കൂടി പദ്ധതിക്കുണ്ട്. അതോടൊപ്പം ഉരുൾപൊട്ടൽ, ആലിപ്പഴ വർഷം, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രാദേശിക ദുരന്തങ്ങൾ മൂലം വ്യക്തിഗതമായ കൃഷിനാശം ഉണ്ടായാലും നിങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. പക്ഷേ ഇത്തരം കേസുകളിൽ 72 മണിക്കൂറിനകം ബന്ധപ്പെട്ട വകുപ്പുകളിൽ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് നിബന്ധനയായുള്ളത്. തുടർന്ന് പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഇൻഷുറൻസ് തുക ലഭ്യമാക്കുക. കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം ഗുണകരമാണ്. കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങൾ, അപ്രതീക്ഷിത പ്രളയം, കടുത്ത വേനൽ, കടലാക്രമണം എന്നിവ മൂലമുണ്ടാകുന്ന വൻ കൃഷിനാശങ്ങളിൽ നിന്നും കർഷകർക്ക് സംരക്ഷണം ലഭിക്കുന്നതാണ്. ഇന്നലെ വയനാട്ടിലെ കള്ളാടിയിൽ ഉണ്ടായ പ്രകൃതി ദുരന്തം തന്നെ ഉദാഹരണം തന്നെയാണ്. അവിടെ നിരവധി ഏക്കർ കൃഷികളും നശിച്ചിട്ടുണ്ട്. വിളവെടുപ്പിന് ശേഷം പാടത്തോ പറമ്പിലോ ഉണക്കാനിട്ടിരിക്കുന്ന സമയത്തുണ്ടാകുന്ന അപ്രതീക്ഷിത മഴയോ കാറ്റോ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കും ഇതിലൂടെ നഷ്ടപരിഹാരം ലഭിക്കും. പക്ഷേ ഇതിന് പരമാവധി 2 ആഴ്ച വരെ മാത്രമേ കിട്ടുകയുള്ളൂ. അതിനു മുമ്പ് അപേക്ഷ നൽകി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം. എന്തൊക്കെ വിളകൾക്കാണ് എത്രയൊക്കെ ഇൻഷുറൻസ് ലഭിക്കുക എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പദ്ധതിക്ക് കീഴിൽ കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത് നെല്ല്, വാഴ, മരച്ചീനി അഥവാ കപ്പ, പച്ചക്കറിയിൽപ്പെടുന്ന പടവലം, പാവൽ, പയർ, കുമ്പളം, മത്തൻ, വെള്ളരി, വെണ്ടക്ക, പച്ചമുളക് എന്നിവയ്ക്കും ഭക്ഷ്യവിളകളായിട്ടുള്ള നെല്ല് പോലുള്ളവയ്ക്കും എണ്ണക്കൂലികൾക്കും ഇൻഷുറൻസ് തുകയുടെ പരമാവധി 1.5 മുതൽ 2% മാത്രം കർഷക പ്രീമിയം അടച്ചാൽ സഹായം ലഭിക്കും. വാണിജ്യ തോട്ടവിളകൾക്ക്, അതായത് വാഴ, കപ്പ ഇൻഷുറൻസ് തുകയുടെ പരമാവധി 5% ഇൻഷുറൻസ് പ്രീമിയമായി അടയ്ക്കണം. ബാക്കി വരുന്ന വലിയൊരു തുക കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ എന്നിവർ സംയുക്തമായി സബ്സിഡിയായി അടയ്ക്കും. കർഷകൻ അടയ്ക്കേണ്ടി വന്ന പ്രീമിയം തുക ഇങ്ങനെയാണ്. നെല്ലിന് 1 സെന്റിന് 40 പൈസ, പച്ചക്കറിക്ക് 1 സെന്റിന് 8 രൂപ, മരച്ചീനിക്ക് 1 സെന്റിന് 25 രൂപ, വാഴയ്ക്ക് 1 സെന്റിന് 3 രൂപ 50 പൈസ. ഇങ്ങനെ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രം നൽകിയാൽ മതി. ഓരോ ജില്ലകളിലും വിളകളുടെ ഉൽപാദന ചെലവ് അനുസരിച്ചാണ് ഇൻഷുറൻസ് തുക നിശ്ചയിച്ചിരിക്കുന്നത്.
ഹെക്ടറിന് നിശ്ചിത തുകയുടെ വീതമാണ് നഷ്ടപരിഹാരം ലഭിക്കുക. എങ്ങനെ ഈ പദ്ധതിയിൽ ചേരാം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. ബാങ്കിൽ നിന്നും കർഷക വായ്പയായിട്ടുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ എടുത്ത കർഷകർക്ക്, KCC വായ്പ എടുത്ത കർഷകർക്ക് വായ്പ നൽകുന്ന സമയത്ത് ബാങ്കുകൾ വഴി തന്നെ ഈ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കും. വേണമെങ്കിൽ ഇതിൽ നിന്നും ഒഴിവാകാനും കർഷകന് അവകാശമുണ്ട്. എന്നാൽ KCC വായ്പ എടുക്കാത്ത കർഷകർക്കും ഇതിൽ ചേരാം. സ്വന്തമായി ഓൺലൈനിലൂടെയോ അക്ഷയ കേന്ദ്രങ്ങൾ, ജനസേവാ കേന്ദ്രങ്ങൾ വഴി അല്ലെങ്കിൽ പദ്ധതിയിൽ ചേരാൻ കഴിയും. ഔദ്യോഗിക പോർട്ടലായ pmfby.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് സ്വന്തമായി രജിസ്ട്രേഷൻ നടപടികളും അതുപോലെ തന്നെ പ്രീമിയം അടയ്ക്കാനും കഴിയുക. ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, നികുതി റെസീറ്റ് അല്ലെങ്കിൽ കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കൃഷി ഓഫീസറിൽ നിന്നും ലഭിക്കുന്ന വിള സാക്ഷ്യപത്രം, പാട്ടത്തിന് കൃഷി ചെയ്യുന്നവരാണ് എങ്കിൽ പാട്ടക്കരാറിന്റെ പകർപ്പ്, നിശ്ചിത പ്രീമിയം തുക എന്നിവയാണ് അംഗങ്ങളാവാൻ ആവശ്യമായിട്ടുള്ളത്. ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകാനുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള സമയമാണ് ഇപ്പോൾ ഉള്ളത്. ഓരോ സീസണിലും ഇൻഷുറൻസിൽ ചേരുന്നതിന് സർക്കാർ കൃത്യമായ അവസാന തീയതികൾ പ്രഖ്യാപിക്കാറുണ്ട്. ഈ സമയപരിധിക്കുള്ളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷയിൽ രേഖപ്പെടുത്തുന്ന സർവേ നമ്പറും കൃഷി അടയാളത്തിന്റെ വിസ്തീർണവും കൃത്യമായിരിക്കണം. തെറ്റായ വിവരങ്ങൾ നൽകിയാൽ ക്ലെയിം ലഭിക്കുന്നത് തടസ്സപ്പെടാം. പ്രാദേശികമായ കൃഷിനാശം സംഭവിച്ചാൽ 72 മണിക്കൂറിനകം തന്നെ ഇൻഷുറൻസ് കമ്പനിയെയോ കൃഷി ഓഫീസിനെയോ അറിയിക്കണം. ഹെൽപ്പ് ലൈൻ നമ്പറായിട്ടുള്ള 14447 എന്ന നമ്പറിലും ഇത് സംബന്ധിച്ച് വിളിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്ത്, കൃഷി ഭവൻ, വാർഡ് മെമ്പർ എന്നിവരുമായിട്ട് ബന്ധപ്പെടാവുന്നതുമാണ്. അപ്പോൾ ഇതാണ് ഫസൽ ബീമ യോജനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. മറ്റ് അറിയിപ്പുകൾ നോക്കുകയാണ് എങ്കിൽ PM കിസാൻ സമ്മാൻ നിധിയുടെ 23ാമത്തെ ഗഡുവിന്റെ വിതരണം ചെയ്തു. പല ആളുകൾക്കും ഒരു പ്രശ്നവും ഇല്ലാതെ 22ാമത്തെ ഗഡുവൊക്കെ മുടങ്ങിയിരുന്നു. അങ്ങനെയുള്ളവർക്കും 23ാമത്തെ ഗഡു വിതരണം ചെയ്തപ്പോൾ തുക ലഭിച്ചിട്ടുണ്ട്. ഇനി 24ാമത്തെ തുക ലഭിക്കുന്നതിന് മുമ്പായിട്ട് KYC KYC അപ്ഡേഷൻ വന്നിട്ടുള്ളവർ അത് ചെയ്യുക, സ്റ്റാറ്റസ് പരിശോധിക്കുക. ഇനി പെട്ടെന്ന് ധൃതിപ്പെട്ട് ചെയ്യേണ്ടതില്ല, കാരണം താമസം ഉണ്ട്. ഇപ്പോഴും അതായത് ജൂലൈ മാസത്തെ തുക കൂടിയാണ് കഴിഞ്ഞ മാസം വിതരണം ചെയ്തത്. ഇനി ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസത്തെ തുകയാണ് ലഭിക്കേണ്ടത്. അത് ഒക്ടോബറിലോ നവംബറിലോ ആയിരിക്കും ലഭിക്കുക. അപ്പോൾ അതിന് മുമ്പ് ചെയ്താൽ മതി. KYC ഒക്കെ ആ സമയത്ത് ഇപ്പോൾ വന്നിട്ടില്ല എങ്കിലും ആ സമയത്തൊക്കെ സ്റ്റാറ്റസ് പരിശോധിച്ച് കൃത്യമായിട്ട് നടപടികൾ പൂർത്തീകരിക്കുക. അതുപോലെ തന്നെ അഗ്നിചാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാത്തവർ അത് ചെയ്യുകയും കർഷക ID-ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുകയും ചെയ്യണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.